സ്വാമിയേ ശരണയ്യപ്പ. കാനനപാതയായ പുല്ലുമേട് വഴി നടന്നു പോകുന്ന അത് ഏതുവഴിയാണെന്ന് നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ച് എരുമേലിയിലേക്ക് വരാം. എരുമേലി മുണ്ടക്കയം റോട്ടിൽ നിന്നാണ് ഇത് നമുക്ക് തിരിയേണ്ടത്. എരുമേലിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുണ്ടക്കയം റൂട്ടിലേക്ക് വരണം. വന്നിട്ട് മുക്കൂട്ടുതറ പമ്പാവാലി റൂട്ടിലേക്ക് തിരിയുക. തിരിഞ്ഞ് 1 കിലോമീറ്റർ വരുമ്പം ഒരു മുരുകൻ്റെ ആ ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ ചെറിയ വഴിയാണ്, ഈ വഴിയെ വേണം നമ്മൾ പോകാൻ. വഴി ഒരുപാട് അയ്യപ്പന്മാരൊക്കെ നടന്നു വരുന്നുണ്ട്. ഈ വഴിയെ പോയി ചെല്ലുമ്പോൾ ഒരു ഭദ്രകാളി ക്ഷേത്രം കാണാം. ഇതാ ഈ ക്ഷേത്രം കഴിഞ്ഞ് കുറേ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഫോറസ്റ്റ് തുടങ്ങുക. ആ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നോട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ സുരേഷ് സാർ തന്നെ നമുക്ക് പറഞ്ഞു തരും. ശബരിമല കാനനപാതയാണ്. എൻ്റെ പേര് എം സുരേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ, എരുമേലി റേഞ്ച്. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന ഒരു തീർത്ഥാടന പെഡസ്ട്രിയൻ വേ എന്ന് നമുക്ക് പറയാം. കാനനപാതയാണിത്. ഇത് കോയിക്കാവ് ഫസ്റ്റ് എൻട്രി ചെക്ക് പോസ്റ്റാണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടെ പ്രവേശന ഭക്തർക്ക് അനുവദിക്കുന്നത്. രാവിലെ പോകുമ്പോൾ വനപാലകരുടെ സേവനം എപ്പോഴും ഉറപ്പുവരുത്താറുണ്ട്. ആദ്യം പോയി പോകുന്ന വഴികളിലല്ല വന്യമൃഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഭക്തരെ കടത്തിവിടുന്നത്. കഴിഞ്ഞ വർഷം 4 ലക്ഷത്തിലേറെ ആൾക്കാർ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. മുൻകാലം നിന്ന് വ്യത്യസ്തമായി ധാരാളം കുട്ടികൾ കാടറിയാനും കാടിനെക്കുറിച്ച് പഠിക്കാനുമാണെന്ന് തോന്നുന്നു. ഒരുപാട് കുട്ടികൾ പ്രകൃതിയുടെ പാഠം മനസ്സിലാക്കി ഒരുപാട് കുട്ടികൾ ഇതുവഴി അയ്യപ്പനെ കാണാനായി കടന്നു പോകുന്ന ഒരു വീതിയാണിത്. ഭക്തജനങ്ങൾക്ക് ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഹെൽത്ത് സർവീസിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. മമ്പാടിയിലും അതേപോലെ തന്നെ കോയിക്കക്കാവിലും ആരോഗ്യവകുപ്പിൻ്റെ ഹെൽത്ത് സർവീസിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. ഭക്തർക്കായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അത്യാവശ്യ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളം, അതേപോലെ തന്നെ ബാത്റൂം സൗകര്യം, വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, പോകുന്ന വഴിയെല്ലാം കുടിവെള്ളത്തിനുള്ള ലഭ്യമായ സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ വകയായിട്ട് ഇവിടെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കയത്തുനിന്ന് വരുമ്പം എരുമേലി ജംഗ്ഷൻ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പായിട്ട് ഇടത്തോട്ടൊരു റോഡുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞാൽ എരുമേലി ടൗണിലെ ട്രാഫിക്കിൽ പെടാതെ, വേണ്ട ഈ റോഡാണ്, പെടാതെ ഈ റോഡ് നേരെ ചെന്നിറങ്ങുന്ന എരുമേലി പമ്പ റോഡിലോട്ടാണ്. എരുമേലി പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ റോഡേ കയറി കഴിഞ്ഞാൽ എരുമേലി ട്രാഫിക് ഇല്ലാതെ നേരെ ചെന്ന് അപ്പുറത്തെ റോഡിലിറങ്ങും. ഇനി നമുക്ക് എരുമേലി ടൗണിലേക്ക് പോവാം. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ എരുമേലി ടൗണായി. ഞാൻ മുണ്ടക്കയത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. നേരെ വരുമ്പം വാവർപള്ളിയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് എരുമേലി പേട്ടാക്ഷേത്രം. ഈ പേട്ടാക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ പേട്ട തുള്ളുന്നത് ധനുമാസം 20-ന് ശേഷമാണ് ആചാരപ്രകാരം പേട്ട തുള്ളേണ്ടത്. ദൂരേന്ന് വരുന്ന അയ്യപ്പന്മാരെല്ലാം വൃശ്ചികം 1 മുതലേ ഇവിടെ വന്ന് പേട്ട തുള്ളി പോകാറാണ് പതിവ്. സ്വാമി ശരണയ്യപ്പ. മഹർഷിയെ നിഗ്രഹിച്ചതിന് ശേഷം അയ്യപ്പസ്വാമി വന്ന് ഇരുന്ന ഇടമാട്ടാണ് ആ പേട്ടാക്ഷേത്രം സങ്കല്പം. ഈ ക്ഷേത്രത്തിൽ വന്ന് വെറ്റയും അതിലൊരു അടക്കായം വെച്ച് 1 രൂപയുടെ ഒരു നാണയത്തൊട്ടും വെച്ച് അയ്യപ്പസ്വാമിയോട് മല കയറാനുള്ള അനുവാദം വാങ്ങിയതിന് ശേഷം അത് ആ ഭണ്ഡാരത്തിലിട്ട് പേട്ട തുള്ളി വാവർനടയിൽ കയറി അവിടുന്ന് ഒരു റൗണ്ട് വാവർനട കറങ്ങി വരും. അവിടെ നാളികേരം ഉടയ്ക്കാനെ കൊണ്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നാളികേരമൊക്കെ ഉടച്ച് ഇതുപോലെ പേട്ട തുള്ളി ഇപ്പുറത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വരും. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് 3 റൗണ്ട് ക്ഷേത്രത്തിനെ വലം വെച്ചാണ് എരുമേലിയിലെ പേട്ട തുള്ളൽ
അവസാനിക്കുന്നത്. എരുമേലിയിലെ പേട്ടതുള്ളലിനെ പറ്റി ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എരുമേലി പേട്ടതുള്ളൽ ചരിത്രം എന്നും പറഞ്ഞുകൊണ്ട് അതെൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടെ വന്നാണ് പേട്ടതുള്ളൽ അവസാനിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. ഇനി ഞാൻ ഇവിടുന്ന് നേരെ പമ്പ, ശബരിമല പോയി ഇന്ന് തൊഴാനുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാം കണ്ട് കേട്ട് എല്ലാം അറിഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് തിരിച്ച് വരാനെ കൊണ്ടുള്ള പോക്ക. ഇത് എരുമേലി റാന്നി റോഡാണ്. റാന്നി റോഡിലേക്ക് വന്ന് ഒരു 1/4 കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയും. ഇടത്തോട്ട് തിരിഞ്ഞ് കയറുന്ന നല്ലൊരു കയറ്റവുമാണ്. ഈ കയറ്റത്തിൻ്റെ നടുക്ക് ഒരു 3-4 വളവുമുണ്ട്. വാഹനത്തിൽ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുമ്പം മുകളിൽ നിന്നേ ബ്രേക്കൊക്കെ ചെയ്ത് വേണം വരാൻ. നല്ല അപകട മേഖലയാണ്. ഇവിടുന്നോട്ട് അങ്ങോട്ട് അപകട മേഖലയാണ് റൂട്ട്. സ്വാമിയേ ശരണമയ്യപ്പ. മുമ്പേ ഞാൻ ഒരു റോഡ് കാണിച്ചല്ലോ. ആ റോഡ് വന്ന് വേണ്ട ഇറങ്ങുന്നത് ഇവിടെ വേണ്ട ഈ പോയിന്റിലാണ് വന്നിറങ്ങുന്നത്. ശബരിമല പോയിട്ട് തിരികെ വരുന്നവർ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മുണ്ടക്കയം എരുമേലി റോഡിലേക്ക് ചെന്ന് കയറും. മുണ്ടക്കയം ഭാഗത്തു നിന്ന് വരുന്നവർ അവിടെ നിന്ന് തന്നെ തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നിറങ്ങാം. അന്നേരമുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരുമേലിയിൽ വൃശ്ചിക 1 മുതൽ ഹരികരാസനം പാടി നട അടയ്ക്കുന്ന അന്ന് വരെ അമിതമായ ട്രാഫിക് ബ്ലോക്കാണ്. ഈ ട്രാഫിക്കെല്ലാം നമുക്ക് പെട്ടെന്ന് പോയി വരാം. എല്ലാ വാഹനങ്ങളും പോകുന്ന വഴിയുമാണ്. ഇതാണ് മുക്കൂട്ടുതറ. ശബരിമല സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേ പോണക്കത്തെ ഒരു ജംഗ്ഷൻ അവിടം കഴിഞ്ഞാൽ പിന്നെ ശബരിമല റൂട്ടിലേക്കില്ല. അവസാന പോയിൻ്റാണ്. പിന്നെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജംഗ്ഷനുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടേ ഉള്ളൂ. അത്യാവശ്യം കടകളും ഹോസ്പിറ്റലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ജംഗ്ഷൻ അത് മാത്രമേ ഉള്ളൂ. മുക്കൂട്ടുതറ. അങ്ങനെ നമ്മളിനി ഹൈ റേഞ്ച് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ന് വാഹനം വളരെ കുറവാണ്. കാരണം തമിഴ്നാട്, ആന്ധ്ര എല്ലാം മഴയും ചുഴലിക്കാറ്റും ഒക്കെ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ഉള്ള വരവ് വളരെ കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നുമല്ല, തുരുതുരാന്ന് വണ്ടി വരുന്നതാണ്. അതായത് നമ്മുടെ ഒരു കാഴ്ചയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂമാല കെട്ടി നീട്ടിയിട്ടേക്കുന്ന പോലെ വാഹനങ്ങൾ വരുന്ന ഒരു റൂട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ അമ്പലത്തിൽ തൊഴാൻ, അയ്യപ്പസ്വാമിയെ തൊഴാൻ പോകുന്നതിന് ഓരോരോ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ദൂരെ നിന്നൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ മടിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കണമല ഇറക്കം. വൃശ്ചിക 1 മുതൽ മകരവിളക്ക് കഴിഞ്ഞ് ഹരികരാസനം പാടി നട അടയ്ക്കുന്നിടം വരെ ഈ ശബരിമല റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ 1.5 കിലോമീറ്ററിനിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് വമ്പും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെയധികം അപകടം പിടിച്ച ഒരു മേഖലയാണ്. ഞങ്ങളുടെ മുമ്പിൽ വെഹിക്കിളുമാരുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെ അങ്ങ് കയറ്റി വിട്ടു. സ്വാമി ശരണമയ്യപ്പ. ഇത് കണമല ജംഗ്ഷനാണ്. ഇതേണ്ട ഈ വലത്തോട്ട് പോകുന്ന ആ റോഡ് ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞു തരാം. അത് മുണ്ടക്കയത്തിന് പോകുന്ന റോഡാണ്. ആ റോഡ് ശബരിമലയിൽ നിന്ന് വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ കാറ് തിരിഞ്ഞെടുത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മുണ്ടക്കയം ജംഗ്ഷന് 1 കിലോമീറ്റർ മുമ്പാട്ട് ചെന്ന് കയറാം. വലിയ ബസ്സും ഓണക്കുള്ള വാഹനങ്ങളൊന്നും പോകല്ല്. റോഡിന്
വളരെ വീതിക്കുറവും ഭയങ്കരമായിട്ട് യൂട്ടേണും ഒക്കെ ഉള്ള ഒരു റൂട്ടാണ്. അന്നേരം വലിയ വാഹനങ്ങളൊക്കെ ഒടിഞ്ഞ് കയറാനും ഇറങ്ങാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കണമല ജംഗ്ഷനിൽ തന്നെ പമ്പയാർ ക്രോസ് ചെയ്താണ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്. ഈ പമ്പയാറ്റിലേക്ക് ഇറങ്ങാനെ കൊണ്ട് വഴിയുണ്ട്. വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി കുളിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അവിടെ മൊത്തവും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. അത് നോക്കി വേണം വണ്ടി കൊണ്ടുവന്ന് ഒതുക്കാൻ. നമുക്കിനി ആ പാലം വഴിയാണ് കയറി പോകേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ച ഈ കൊച്ചു വഴി ഈ വഴിയും കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പമ്പയിലേക്ക് പോകുന്ന ആ റൂട്ടിലോട്ടേക്ക് കയറാം. അന്നേരം വരുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചോണം. വലിയ ഞാൻ മുണ്ടക്കയം ആ റോഡ് കാണിച്ച് വലിയ വാഹനങ്ങൾ അതുവഴി പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ശകലം ഒരു 5-6 കിലോമീറ്ററിൻ്റെ ലാഭമുണ്ട്. ആ ലാഭം വിചാരിച്ച് വലിയ വാഹനങ്ങൾ പോകരുത്. അങ്ങനെ നമ്മൾ തീർത്തും വനപ്രദേശത്തേക്ക് കയറി. ഇവിടെയൊക്കെ സൈഡിലും എല്ലാം വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. ഒരിടയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വിഷയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് ഒക്കെ വന്ന് ആൾക്കാരൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നാൽ ഞാൻ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പോകുന്ന വഴിക്ക് തന്നെ വലത്തോട്ട് ഇതേണ്ട വലത്തോട്ട് കാണുന്ന ആ റോഡ് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് പമ്പയ്ക്ക് വരുമ്പോൾ നിലയ്ക്കൽ എത്തുന്നതിനൊരു 5-8 കിലോമീറ്ററിന് മുമ്പായിട്ട് തുലാപ്പള്ളി എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്നത് ആങ്ങമൊഴി ഗവി പോകുന്ന റൂട്ടാണ്. നേരെ കിടക്കുന്നത് പമ്പ. ഇടത്തോട്ട് ഒരു റോഡുണ്ട്. ആ റോഡാണ് നമ്മളിപ്പോൾ ആ റോഡ് വന്ന് ഇവിടെ ഇറങ്ങും. ഈ കണമല ആ ഭാഗത്ത് വന്നിറങ്ങും. വളരെ എളുപ്പമുള്ളൊരു റൂട്ടാണ്. പിന്നെ ഈ ശബരിമല സീസൺ അല്ലാത്ത സമയത്ത് പക്ഷേ നമ്മൾ ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഒരു കാറിനോ അതിൻ്റെ അകത്തൂടെ വരാനെ കൊണ്ട് ഭയക്കും. കാരണം കൊടും വനത്തിൽ കൂടെ വരുന്നത്. ആനയും കാര്യങ്ങളും എല്ലാം ഉള്ള ഏരിയ. കാരണം ഞാനത് കൃത്യമായിട്ട് പറയാൻ കാര്യം, ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുമുണ്ടായിരുന്നു അതുവഴി വന്ന് ആ മെയിൻ റോഡിൽ വന്ന് കടയും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ധൈര്യം വന്നത്. അതുവരെ മുട്ടയിടിച്ചോ എന്ന് ചോദിച്ചാൽ മുട്ടയിടിച്ചില്ല, പക്ഷെ വിറയലുണ്ടായിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് പമ്പയ്ക്ക് വരുന്ന റൂട്ടിലേക്ക് വന്ന് കയറി. ഈ ജംഗ്ഷൻ്റെ പേരാണ് ഇലവങ്കൽ. ആ ഇലവങ്കൽ അങ്ങോട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരിക്കൽ രാത്രി ശബരിമലയ്ക്ക് പോകാനെ കൊണ്ട് വന്നു. നട അടച്ചുമായിരുന്നു. അവിടെ ഒരു 9 മണിയായി ഞങ്ങൾ വന്നപ്പോൾ അവിടുന്ന് ഫോറസ്റ്റുകാർ കയറ്റി വിട്ടില്ല. മറ്റൊന്നുകൊണ്ടല്ല, 7 മണി കഴിഞ്ഞ് ഔട്ട് സൈഡ് വാഹനങ്ങളൊന്നും കയറ്റി വിടത്തില്ല. അങ്ങനെ പിന്നെ ഫോറസ്റ്റുകാരോടൊപ്പം നേരം വെളുക്കുന്നണം വരെ 6 മണി വരെ അവിടെ ഇരുന്നു. സാർമാർ ഞങ്ങൾക്ക് കടുങ്കാപ്പിയൊക്കെ ഇട്ട് തന്നു. ലോഹിയൊക്കെ പറഞ്ഞ് കുറേ നേരം ഒരു 10-12 മണി വരെയൊക്കെ ഇരുന്നു. എന്നിട്ട് വണ്ടി ഞാൻ റോഡിൽ തന്നെ ഇട്ടിട്ട് അവരോടൊപ്പം ഫോറസ്റ്റിൻ്റെ ആ ഓഫീസിൻ്റെ അകത്ത് കയറി. അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലെല്ലാം കിടങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ആന ഇറങ്ങത്തില്ല. ഞങ്ങൾ പോകാനാ സാറേ വിട്ടേര്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വിളിച്ചിട്ട് അതുകൊണ്ട് ആ സൗണ്ട് കേൾക്കാൻ പറഞ്ഞു. അതായത് അപ്പുറത്ത് നിന്ന് ആന ഈറയും എല്ലാം ചവിട്ടി ഓടിക്കുന്ന സൗണ്ടാണ്. അതുകൂടെ കേട്ടപ്പോഴത്തേ പിന്നെ ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിൽ ഭയമായി. അങ്ങനെ പിന്നെ ആ ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ രാത്രി മൊത്തം ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോൾ നേരെ പമ്പ. ഇത് നമ്മുടെ നിലയ്ക്ക് കഴിഞ്ഞ്
മുമ്പോട്ട് വരുമ്പോൾ അട്ടത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം അങ്ങോട്ട് കഴിഞ്ഞ് ഒരു നല്ലൊരു വളവുണ്ട്. ആ വളവിൽ കാണുന്നതാണ് ആ തിരുവാഭരണ പാതയാണത്. തിരുവാഭരണം പന്തളത്തുനിന്ന് വരുമ്പം പലയിടത്തുകൂടെയും വരുന്നത് ഇടവഴികളിൽ കൂടെയൊക്കെയാണ്. അങ്ങനെ വന്ന നിലയ്ക്ക് വന്നിട്ട് അട്ടത്തോട് കഴിഞ്ഞ് ഇവിടുന്ന് തിരിയും. ഇവിടുന്ന് തിരുവാഭരണം തിരിഞ്ഞ് നേരെ ചെന്ന് കയറുന്ന ശബരിമല മരക്കൂട്ടം ആ ഭാഗത്താണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ അവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ബസ്സിന് കയറി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തെ പമ്പയിൽ ചെന്ന് അവിടുന്ന് നടന്ന് സന്നിധാനത്ത് ചെല്ലുമ്പോഴത്തേക്കാണ്ട് 20 കിലോമീറ്ററിന് പുറത്തുണ്ട്. അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭക്തജനങ്ങൾക്ക് അതുവഴി യാത്രയില്ല. പിന്നെ ശബരിമല ആ സീസണിലെ ഈ തിരുവാഭരണത്തോടൊപ്പം വരുമ്പം നമുക്ക് അതുവഴി കടന്നു പോകാം. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ഇനി 1-ാം തീയതി ദിവസങ്ങളിലോ അല്ലെങ്കിൽ നാളെ അടക്കുന്ന ഒരു സമയത്ത് പമ്പ വരാൻ പോയിട്ട് അല്ലെങ്കിൽ അതുവഴി ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ കണക്ക് കൂട്ടി വരല്. അതുവഴി പോകാൻ പറ്റില്ല. അമിതമായ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഏരിയയാണ്. അതായത് കൊടുംവനം. നമ്മൾ അപ്പാച്ചിമേട്ടിലൊക്കെ നിന്നിട്ട് താഴോട്ട് നോക്കുക, ആ കുഴി കാണത്തില്ലേ? ആ കുഴിയൊക്കെ കാണുന്ന ആ കൊടും വനത്തിൻ്റെ ഒരു എഡ്ജിനോടാണ് വന്നത് മരക്കൂട്ടത്ത് കയറുന്നത്. അങ്ങനെ ചാലക്കയവും ആയി. നമ്മുടെ സ്വന്തം KSRTC വ്യൂ പോയിൻ്റൊക്കെ വളച്ചൊടിച്ചെടുക്കുന്നുണ്ട്. സ്വാമി ശരണമയ്യപ്പ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എരുമേലി പമ്പ റൂട്ട് പിടിച്ചത് അമിതമായിട്ട് വരുന്ന വാഹനങ്ങൾ, മാല പോലെ വരുന്ന വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി ദിവസം, സാധാരണ 1-ാം തീയതി ദിവസങ്ങളിൽ വരുന്നതിൻ്റെ അത്രയും പോലും വാഹനങ്ങളില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, എരുമേലിയിൽ നിന്ന് ഈ പമ്പ വരെയുള്ള ശ്രദ്ധിച്ചാൽ മതി എത്ര വാഹനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയെന്ന് അറിയാം. പമ്പയിലെ പാർക്കിംഗ് ആണ് ആദ്യം കാണുന്നത്. വേണ്ട KSRTC എല്ലാം ഒതുക്കിയിട്ടേക്കുന്നുണ്ടോ? പമ്പ ടു നിലയ്ക്കൽ ഷട്ടിലടിക്കുന്ന വണ്ടികളായിരുന്നു. അയ്യപ്പന്മാരൊന്നുമില്ല അവിടെ. കിലോമീറ്ററോളം വണ്ടി ഒതുക്കിയിട്ടേക്കുക. കണ്ടോ? ഈ വണ്ടികളെല്ലാം പറന്ന് നിൽക്കേണ്ട സമയമായിപ്പോൾ. അയ്യപ്പന്മാരേ ഇല്ല. ഞാൻ അവിടെ പോലീസുകാരോടൊക്കെ ചോദിച്ചു, എന്താ സാറേ പ്രശ്നമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് എന്തുവാ കാര്യമെന്നൊന്നും അറിയത്തില്ല, ഇപ്പം 2-3 ദിവസം മുമ്പേ വരെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. വേണ്ട, ഇങ്ങനെയൊക്കെയാണോ ഇവിടെ കാണുന്നത്? നമ്മൾ 1-ാം തീയതി ദിവസം വരുവാനത്തെ പോലും ആ ബസ്സെ കയറാൻ നിൽക്കുന്ന ആ ഭാഗങ്ങൾ താഴെ തൊട്ട് മോളി വരെ നിരന്ന് സ്വാമിമാർ നിൽക്കേണ്ടിയ ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരുന്നേ. ഫുട്ബോൾ കളിക്കാവുന്ന രീതിയിൽ ചുമ്മാതെ കിടക്കുക. കണ്ടോ, സ്വാമിമാരേ ഇല്ല. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്ലാനൊക്കെ അങ്ങ് മാറ്റി കേട്ടോ. കാര്യം ഞാൻ സങ്കല്പിച്ച ഒരു എങ്ങനെ ഒരു അന്തരീക്ഷം ലൊക്കേഷനും അല്ല ഇവിടെ എരുമേലി തൊട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ കാണാൻ പറ്റിയത്. കാര്യത്തിന് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതുവഴിയൊക്കെ നടന്ന് നമ്മുടെ ആ നടപ്പന്തലിൻ്റെ ഭാഗത്ത് വരും എന്നൊക്കെ സങ്കല്പിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ കൂളാട്ട് നടന്ന പോയത്. സാധാരണ 1-ാം ദിവസം പോലും ഇതിൽ നിന്നും തിരക്കുണ്ട്. ഇതേണ്ടേ പമ്പ കണ്ടോ? ഞാൻ വൃശ്ചികം 1-ാം തീയതിയുടെ തലേന്ന് പോയതാ ശബരിമല. എന്നിട്ട് വൃശ്ചികം 1-ാം തീയതി 3 മണിയൊക്കെ അതിന് ശേഷം ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ആ വൃശ്ചികം 1-ാം തീയതി ആ 2 മണി 3 മണി സമയത്ത് പൂഴിമണ്ണ് വാരിയിട്ടാൽ നിലത്ത് പോകത്തില്ല. അതേ രീതി അയ്യപ്പന്മാരായിരുന്നു. സ്വാമി ശരണമയ്യപ്പ. സ്വാമിമാരുടെ ശ്രദ്ധയ്ക്ക് വന്ന് പമ്പയിലെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്
അവനവൻ്റെ ഡ്രസ്സ് അഥവാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുപോകണം നിങ്ങളുടെ വീട്ടിലേക്ക്. ഇത് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു അഭ്യർത്ഥനയുമാണ്. ഇതേണ്ടേ പമ്പയിലെങ്ങും ആളേ ഇല്ല. ഞാൻ പമ്പയും ശബരിമലയൊക്കെ തലേന്നേ കിടന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരുപാട് മാസ്റ്റർ പ്ലാനും ഒക്കെ തയ്യാറാക്കി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ വീഡിയോ എടുക്കണം, അങ്ങനത്തെ വീഡിയോ എടുക്കണം എന്നൊക്കെ കണക്ക് കൂട്ടി വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയായി. ഞാൻ 1-ാം തീയതിയുടെ തലേന്നും 1-ാം തീയതി വരുമ്പം ഇതിൻ്റെ അകത്ത് കയറി ഞാൻ ഒരു വീഡിയോ എടുത്തത് തള്ളവരിലെ കുത്തിയാണ്. അതായത് മറ്റ് സ്വാമിമാരുടെ ഒന്നും ദേഹത്ത് ഒന്നും ചവിട്ടാതെ തള്ളവരിലെ ഓരോ കുത്തിയാണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി നിന്ന് വീഡിയോ എടുത്തത്. ആ സ്ഥാനത്ത് ഇപ്പം ഓടി നടക്കാം. അപ്പുറത്ത് ഇതേടെ ഇവിടെ അങ്ങും ആളില്ല. ഈ ഭാഗത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഞാൻ തള്ളവരിലല്ല ഇങ്ങനെ ഒരു സ്വാമിമാരുടെ ദേഹത്ത് എൻ്റെ കാല് കൊള്ളല് എന്നും പറയുന്നത് തള്ളവരിലല്ല ചവിട്ടിയാണ് ഇങ്ങനെ റൗണ്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് നടപ്പന്തലുണ്ടോ. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വൃശ്ചികം 1-ാം തീയതി. വൃശ്ചികം 1-ാം തീയതിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. വൃശ്ചികത്തിൻ്റെ തലേന്നത്തെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. വൃശ്ചികം 1-ാം തീയതിത്തെ വീഡിയോ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പമ്പ ശബരിമല ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം അന്നത്തെ തിരക്ക് എന്താണെന്നും ഇന്നത്തെ തിരക്ക് എന്താണെന്നും. ഇനി ഇന്നത്തെ തിരക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ 16-ാം തീയതി ചെയ്ത വീഡിയോയാണ്. 16-ാം തീയതി പറയാം നവംബർ 16. സ്വാമിയേ ശരണമയ്യപ്പ. കാണാണ്ടോ പോലീസുകാർ ഒരു അയ്യപ്പന്മാരോട് ഒന്നും ചോദിക്കുന്നില്ല. സാധാരണ 1-ാം തീയതി ദിവസങ്ങളിലെ പോണക്ക് ഓപ്പണായിട്ട് ഇട്ടേക്കുമോ. എല്ലാവരും വന്ന് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ചന്ദനക്കുറിയും തൊട്ട് തലയിൽ ഇരുമുടിയും ഏറ്റി ശരണം വിളിച്ച് നേരെ നടന്ന് പോവുക. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം എങ്ങനെ അപ്പുറത്തോട്ടൊന്ന് കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ നീലിമല കയറാൻ പറ്റും, എങ്ങനെ ശബരിമല വരെ എത്തിപ്പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. ഒരു തിരക്കുമില്ല. ഞാൻ ഈ മണ്ഡലകാലത്ത് തന്നെ ഒരു തിരക്കുമില്ലാത്ത വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ അവിടെ മുതൽ അപ്പാച്ചിമേട് വരെ ഒരാളില്ലാതെ ഞാൻ മാത്രം, പിന്നെ വിരളിൽ എണ്ണാവുന്നൊരു 10 സ്വാമിമാർ നടന്നു വരുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അപൂർവ കാഴ്ചകളും അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളും ഒക്കെയാണ്. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഗണപതി അമ്പലം കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇവിടെ ഒന്ന് താഴോട്ടുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ നല്ല വളവ് തിരിയുമ്പം നമ്മൾ കാണത്തില്ലേ, അതേപോലെ ആയിരിക്കും. ആൾക്കാർ നടക്കുന്നത് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അതേപോണക്ക് ഉന്തിത്തള്ളിയായിരിക്കും ആൾക്കാർ. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വന്നു. ഞാൻ 1-ാം തീയതിക്ക് വരുമ്പം നാളികേരം ഉടയ്ക്കുന്ന അവിടെ ആ മണ്ട വരെ കൂനയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം ഞാൻ മാറ്റി കേട്ടോ. അതായത് ഞാൻ പന്തളത്ത് രാജാവിൻ്റെ ആ കാണിക്ക് വെച്ചേക്കുന്നുണ്ടല്ലോ, അവിടുന്ന് താഴോട്ടൂടെ നോക്കിയപ്പോഴത്തേക്ക് തീരെ അയ്യപ്പന്മാരില്ല. ആ നാളികേരമൊക്കെ വിൽക്കുന്നിടവും ആ സ്വാമി അയ്യപ്പൻ റോഡും നീലിമലയും കയറാൻ തുടങ്ങുന്ന അവിടെ കൂടെ വന്നപ്പോഴത്തേക്ക് അയ്യപ്പന്മാർ തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മല കയറുന്നില്ല എന്നൊരു പ്ലാനിലേക്ക് അങ്ങ് മാറി. മറ്റൊന്നുകൊണ്ടല്ല, കാര്യം ഞാനെല്ലാം 1-ാം തീയതിയുടെ തലേന്ന് വരും, 1-ാം തീയതി പോവും. ചില ദിവസങ്ങളിൽ നടയടയ്ക്കുന്ന ആ 5-ാം തീയതി വരും, 6-ാം തീയതി പോവും. ഞാൻ അമിതമായിട്ടുള്ള തിരക്കുള്ള സമയത്ത് അയ്യപ്പസ്വാമിയെ തൊഴാനേ കയറാറില്ല. തിരക്കൊന്നുമില്ലാത്ത സമയത്ത്
ഞാൻ തൊഴാൻ കയറത്തുള്ളൂ. അന്നേരം ഇന്നും പോയി കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയെ തൊഴുത് മടങ്ങാം. പക്ഷേ മണ്ഡലകാലത്തെ ഒരു വീഡിയോ എൻ്റെ മനസ്സിലെ കണക്കൂട്ടൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ആ കണക്കൂട്ടൽ വീഡിയോയും കിട്ടത്തില്ല. ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർക്കിന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് സ്റ്റോക്ക് വെച്ചത് എടുത്തിപ്പം പബ്ലിക് ആക്കിയോ ആണോ എന്ന് പോലും നിങ്ങൾ സംശയിക്കും. കാരണം നിങ്ങളുടെ മനസ്സിലും ഈ മണ്ഡലകാലത്തെ ശബരിമല അയ്യപ്പന്മാരുടെ തിരക്ക് ഇങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടല്ല, നമ്മുടെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് ഞാൻ പോയി. അവിടുത്തെ ആ തിരക്ക് എത്രത്തോളം ഉണ്ട് എന്നൊന്നറിയാൻ വേണ്ടി സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറേ അങ്ങോട്ട് പോയിട്ട് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ആ തോട് കയറി നമ്മൾ ഇറങ്ങുന്നത് പിന്നെ മല കയറാൻ തുടങ്ങും. അവിടുന്ന് അവിടെ വരെയും പോയി വീഡിയോ എടുത്ത് ഞാൻ പതുക്കെ തിരിച്ചിങ്ങ് പോന്നു. 1-2 പ്രാവശ്യം ഓർത്ത് അതുവഴി കയറി അങ്ങ് പോയാലോ എന്ന്. പിന്നെ എന്തുകൊണ്ടോ മനസ്സ് മടിച്ച് അയ്യപ്പസ്വാമി എടുത്ത് പോകുന്ന ഇതുകൊണ്ടുള്ള മനസ്സ് മടിയല്ല. ഞാൻ മിക്കവാറും ഒരു 2-3 ദിവസത്തോടെ കഴിഞ്ഞ് വീണ്ടും ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അന്നേരം അന്ന് അങ്ങ് മല കയറി വീഡിയോയും ചെയ്ത് അയ്യപ്പസ്വാമിയും കണ്ട് തൊഴാം എന്ന് പിന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് നടത്തെ നിർത്തിയിട്ട് പതുക്കെ ഞാൻ എന്നിട്ട് തിരിച്ച് നടന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഒരു പക്ഷേ അയ്യപ്പ വിശ്വാസികളായ നിങ്ങൾക്കും ഒരു അപൂർവ കാഴ്ച ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വരെ ഞാൻ വന്നുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ.